ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇതൊരു സ്വീറ്റാണ്. ഇതൊരു വിദേശിയാണെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാം. നമ്മളിവിടെ കിട്ടുന്ന ചേരുവകളൊക്കെ തന്നെ മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ബ്രസീലിയൻ ക്യാൻഡി ബാലബയ്യാന. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ വാങ്ങിച്ചതില്ല എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ അതിൻ്റെ ആ ഒരു നമ്മൾ തേങ്ങ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ വേർപ്പെടുത്തി എടുത്തിട്ട് ഇതിൻ്റെ ഒരു പുറം ഭാഗത്തുള്ള തൊലി ഉണ്ടല്ലോ, ആ ഒരു ബ്രൗൺ കളറിലുള്ള പാർട്ട് ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് പൾസ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി. ആ ഒരു വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റി ഒന്നങ്ങ് ഡ്രൈ ആക്കി എടുത്താൽ മതി. കളറൊന്നും മാറാതെ ജസ്റ്റ് ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ വീട്ടിലും ഈസി ആയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട, കാരണം മധുരം കൂടി പോവും. അപ്പോൾ നമുക്കൊരു മടുപ്പ് വരും കേട്ടോ. ഒരു നോർമൽ മധുരം ആണ് ഇതിലേക്ക് നല്ലത്. പിന്നെ ഇതിനുള്ള കോട്ടിങ്ങും മധുരമാണല്ലോ. അപ്പോൾ പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റിക്കി ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ എടുക്കാം കേട്ടോ. എല്ലാ ബോൾസും ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു മെഷർമെൻറ്റ് സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള ബോൾസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ആക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു ചെറിയൊരു വലുപ്പത്തിൽ മതി കേട്ടോ. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയെടുക്കുക. ഈ ഒരു അളവിൽ ഉള്ള ബോൾസാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ മുഴുവൻ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഒരു പാനിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം പഞ്ചസാര ഒന്നങ്ങ് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മെൽറ്റായിട്ട് വരുന്നത് വരെ ഒന്നങ്ങ് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കാരമലാക്കി എടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ബ്രൗൺ കളർ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് അങ്ങ് സൈഡൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം വെള്ളത്തിലൊന്ന് ഇതൊന്ന് ലയിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സൈഡ് കാരമലായിട്ട് വരും. അപ്പോൾ പഞ്ചസാര ഫുള്ളായിട്ട് അങ്ങ് മെൽറ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് ഇതൊന്ന് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് അങ്ങ് വറ്റി വന്ന് ഇതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഇതിലിരുന്നിട്ട് തന്നെ പെട്ടെന്ന് കളർ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു കളറ് വന്ന് തുടങ്ങിയതിന് ശേഷം ഈ ഒരു കളറായി വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ബോൾ ഉണ്ടല്ലോ, അത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഉറച്ചു പോവും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഇതുപോലെ ഓരോ ബോൾസും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് മാറ്റി വെക്കുന്നത് ഇതുപോലൊരു സ്റ്റാൻഡിൽ ഒരു വയർ റാക്കിലോ ബട്ടർ ഒന്ന് പുരട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോട്ടിംഗ് ഒന്നും പോവാതെ പെട്ടെന്ന് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ബ്രസീലിയൻ ക്യാൻഡി ബാലബയ്യാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാൻഡിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്